സകലത്തിൻ്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് മെയ് 26. ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം യോശുവ 12-ാം അധ്യായം. യോശുവ 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഇസ്രായേൽ മക്കൾ യോർദാൻ അക്കരെ കിഴക്ക് അർന്നോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും കിഴക്കേ അരാബ മുഴുവനും കൈവശമാക്കുകയിൽ സംഹരിച്ചു കളഞ്ഞ തദ്ദേശ രാജാക്കന്മാർ ഇവർ ആകുന്നു. ഹെശ്ബോനിൽ പാർത്തിരുന്ന അമോരി രാജാവായ സീഹോൻ, അവൻ അർന്നോൻ ആറ്റുവക്കത്തുള്ള അരോവേർ മുതൽ താഴ്വരയുടെ മധ്യഭാഗവും ഗിലെയാദിന്റെ പാതിയും അമ്മോന്യരുടെ അതിരായ യാബോക് നദി വരെയും കിന്നരോത്ത് കടലും അരാബയിലെ കടലായ ഉപ്പുകടല് വരെയും ബേത് എശീമത്തോളമുള്ള കിഴക്കേ അരാബയും പിസ്ഗ ചരിവിന്റെ താഴെ തേമാനും വാണിരുന്നു. ബാശാൻ രാജാവായ ഓഗിന്റെ ദേശവും അവർ പിടിച്ചടക്കി. മല്ലന്മാരിൽ ശേഷിച്ച ഇവർ അസ്തോരത്തിലും എദ്രയിലും പാർത്തു. ഹെർമോൻ പർവ്വതവും സൽക്കായും ബാശാൻ മുഴുവനും ഗശൂര്യരുടെയും മാഖാത്യരുടെയും ദേശവും ഗിലെയാദിന്റെ പാതിയും ഹെശ്ബോൻ രാജാവായ സീഹോന്റെ അതിർവരെയും വാണിരുന്നു. അവരെ യഹോവയുടെ ദാസനായ മോശയും ഇസ്രായേൽ മക്കളും കൂടെ സംഹരിച്ചു. യഹോവയുടെ ദാസനായ മോശ അവരുടെ ദേശം രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവകാശമായി കൊടുത്തു. എന്നാൽ യോശുവയും ഇസ്രായേൽ മക്കളും യോർദാൻ ഇക്കരെ പടിഞ്ഞാറ് ലെബാനോന്റെ താഴ്വരയിലെ ബാൽഗാദ് മുതൽ സെയിരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്ന് വരെ ജയിച്ചടക്കുകയും യോശുവ ഇസ്രായേലിന് ഗോത്രവിഭാഗപ്രകാരം അവകാശമായി കൊടുക്കുകയും ചെയ്ത ദേശത്തിലെ രാജാക്കന്മാർ ഇവരാകുന്നു. മലനാട്ടിലും താഴ്വീതിയിലും അരാബയിലും മലഞ്ചരിവുകളിലും മരുഭൂമിയിലും തെക്കേ ദേശത്തും ഉള്ള ഹിത്യൻ, അമോര്യൻ, കനാന്യൻ, പെരിസ്യൻ, ഹിവ്യൻ, എബ്യൂസ്യൻ എന്നിവർ തന്നെ. യെരിഹോ രാജാവ് 1, ബെഥേലിനരികെയുള്ള ഹായ് രാജാവ് 1, യെരുശലേം രാജാവ് 1, ഹെബ്രോൻ രാജാവ് 1, യർമൂത്ത് രാജാവ് 1, ലാഖീഷിലെ രാജാവ് 1, എഗ്ലോനിലെ രാജാവ് 1, ഗേസർ രാജാവ് 1, ദെബീർ രാജാവ് 1, ഗേദർ രാജാവ് 1, ഹെർമോ രാജാവ് 1, ആരാദ് രാജാവ് 1, ലിബ്ന രാജാവ് 1, അദുല്ലാം രാജാവ് 1, മക്കേദ രാജാവ് 1, ബെഥേൽ രാജാവ് 1, തപ്പുഹ രാജാവ് 1, ഹേഫെർ രാജാവ് 1, അഫേക് രാജാവ് 1, ഷാരോൻ രാജാവ് 1, മാധോൻ രാജാവ് 1, ഹസോർ രാജാവ് 1, സിമ്രോൻ മേരോൻ രാജാവ് 1, അക്ഷാബ് രാജാവ് 1, താനാക് രാജാവ് 1, മെഗിദോ രാജാവ് 1, കാദേശ് രാജാവ് 1, കർമേലിലെ യൊക്നിയാം രാജാവ് 1, ദോർമേട്ടിലെ ദോർ രാജാവ് 1, ഗിൽഗാലിലെ ജാതികളുടെ രാജാവ് 1, തിർസ രാജാവ് 1, ആകെ 31 രാജാക്കന്മാർ. ഇന്നും നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 1-ാം വാക്യം മുതൽ. നിങ്ങൾ ദേശാധിപതിക്ക് വേണ്ടിയുള്ള കുഞ്ഞാടുകളെ സേലയിൽ നിന്ന് മരുഭൂമി വഴിയായി സിയോൻ പുത്രിയുടെ പർവ്വതത്തിലേക്ക് കൊടുത്തയപ്പിൻ. മോവാബിന്റെ പുത്രിമാർ കൂടുവിട്ടലയുന്ന പക്ഷികളെ പോലെ അർന്നോന്റെ കടവുകളിൽ ഇരിക്കും. ആലോചന പറഞ്ഞു തരിക, മധ്യസ്ഥം ചെയ്യുക. നിന്റെ നിഴലിനെ നട്ടുച്ചയ്ക്ക് രാത്രിയെപ്പോലെ ആക്കുക. ഭൃഷ്ടന്മാരെ ഒളിപ്പിക്ക, അലഞ്ഞു നടക്കുന്നവനെ കാണിച്ചു കൊടുക്കരുത്. മോവാബിന്റെ ഭൃഷ്ടന്മാർ നിന്നോടുകൂടെ പാർത്തുകൊള്ളട്ടെ. കവർച്ചക്കാരന്റെ മുമ്പിൽ നീ അവർക്ക് ഒരു മറവായിരിക്കാം. എന്നാൽ പീഡകൻ ഇല്ലാതെയാകും, കവർച്ച അവസാനിക്കും. ചവിട്ടിക്കളയുന്നവർ ദേശത്ത് നിന്ന് മുടിഞ്ഞുപോകും. അങ്ങനെ ദയയാൽ സിംഹാസനം സ്ഥിരമായി വരും. അതിന്മേൽ ദാവീദിന്റെ കൂടാരത്തിൽ നിന്ന് ഒരുത്തൻ ന്യായപാലനം ചെയ്തും ന്യായതൽപരനായും നീതി നടത്തുവാൻ വേഗതയുള്ളവനായും നേരോടെയിരിക്കും. ഞങ്ങൾ മോവാബിന്റെ ഗർവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവൻ മഹാഗർവിയാകുന്നു. അവന്റെ നിഗളത്തെയും ഡംഭത്തെയും ക്രോധത്തെയും വ്യർത്ഥ പ്രശംസയും കുറിച്ചും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മോവാബിനെ പറ്റി മോവാബ് തന്നെ മുറയിടും, എല്ലാവരും മുറയിടും. കീർ ഹരേസ്യത്തിന്റെ മുന്തിരിയടകളെ കുറിച്ച് നിങ്ങൾ കേവലം ദുഃഖിതന്മാരായി വിലപിക്കും. ഹെശ്ബോൻ വയലുകളിലും സിബ്മയിലെ മുന്തിരിവള്ളിയും ഉണങ്ങിക്കിടക്കുന്നു. അതിലെ മേത്തരമായ വള്ളിയെ ജാതികളുടെ പ്രഭുക്കന്മാർ ഒടിച്ചു കളഞ്ഞു. അത് യസേർ വരെ നീണ്ട് മരുഭൂമിയോളം പടർന്നിരിക്കുന്നു. അതിന്റെ ശാഖകൾ പടർന്ന് കടൽ കടന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ യസേറിനോടുകൂടെ ശിബ്നയിലെ മുന്തിരിവള്ളിയെക്കുറിച്ച് കരയും. ഹെശ്ബോനെ, എലയേലെ, ഞാൻ നിന്നെ എന്റെ കണ്ണുനീര് കൊണ്ട് നനയ്ക്കും. നിന്റെ വേനൽ കനികൾക്കും നിന്റെ കൊയ്ത്തിനും പോർവിളി നേരിട്ടിരിക്കുന്നു.
സന്തോഷവും ആനന്ദവും വിളനിലത്ത് നിന്ന് പൊയ്പോയിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളിൽ പാട്ടില്ല, ഉല്ലാസഘോഷവുമില്ല. ചവിട്ടുകാർ ചക്കുകളിൽ മുന്തിരിങ്ങ ചവിട്ടുകയുമില്ല. മുന്തിരിക്കൊയ്ത്തിന്റെ ആർപ്പുവിളി ഞാൻ നിർത്തിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ഉള്ളം മോവാബിനെ കുറിച്ചും എന്റെ അന്തരംഗം കീർ ഹെരേസിനെ കുറിച്ചും കിന്നരം പോലെ മുഴങ്ങുന്നു. പിന്നെ മോവാബ് പൂജാഗിരിയിൽ ചെന്ന് പാടുപെട്ട് ക്ഷേത്രത്തിൽ പ്രാർത്ഥിപ്പാൻ കടന്നാൽ അവൻ കൃതാർത്ഥനാകയില്ല. ഇതാകുന്നു യഹോവ പണ്ട് തന്നെ മോവാബിനെ കുറിച്ച് അരുളി ചെയ്ത വചനം. ഇപ്പോൾ യഹോവ അരുളി ചെയ്യുന്നതോ, കൂലിക്കാരന്റെ ആണ്ടുപോലെയുള്ള 3 ആണ്ടിനകം മോവാബിന്റെ മഹത്വം അവന്റെ സർവമഹാപുരുഷാരത്തോടുകൂടെ തുച്ഛീകരിക്കപ്പെടും. അവന്റെ ശേഷിപ്പ് അത്യല്പവും അഗണ്യവും ആയിരിക്കും. ഇന്ന് നമ്മൾ വായിക്കുന്ന 3-ാമത്തെ വായനാഭാഗം അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ. എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാം. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായ്കയിൽ കിരീടം പ്രാപിക്കയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് ചിന്തിച്ചുകൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃദ്ധന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കാം. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഹുമനയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ സത്യം വിട്ടു തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധനും ഉടമസ്ഥനും ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കാം. ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അതിനെ ഒഴിഞ്ഞിരിക്കാം. കർത്താവിന്റെ ദാസൻ ശണ്ടയില്ലാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതും ആകുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ ക്രിസ്തുയേശുവിങ്കിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.